ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 10 ശ്ലോക 2. മിഥ്യാഗ്രഹ അസ്മിമതിരാഗവികോപഭീതിഃ അജ്ഞാനവൃത്തിം ഇതി പഞ്ചവിധാം സസൃഷ്ട്വാ ഉദ്ധാമതാമസപദാർത്ഥവിധാനദൂനഃ തേനേ ത്വദീയചരണസ്മരണം വിശുദ്ധ്യൈ. മിഥ്യാഗ്രഹ തെറ്റിദ്ധാരണ, അസ്മിമതി അഹം ബുദ്ധി, രാഗ ഇഷ്ടങ്ങൾ, വികോപ ആഗ്രഹിച്ച രീതിയിൽ നടക്കാതെ വരുമ്പോഴുണ്ടാകുന്ന കോപം, ഭീതി ആക്രമത്തിലുണ്ടായ ഭയം, അജ്ഞാനവൃത്തി ജ്ഞാനമില്ലാത്ത കാര്യം, ഇതി ഇങ്ങനെ, പഞ്ചവിധാം അഞ്ചു വിധത്തിൽ, സ ബ്രഹ്മാവ് സൃഷ്ട്വ സൃഷ്ടിച്ചു, ഉദ്ധാമ അത്യധികം, താമസ തമോ ഗുണം, പദാർത്ഥ സൃഷ്ടി നിയന്ത്രണം, വിധാന ബ്രഹ്മാവ്, ദൂനഹ നടത്തി പശ്ചാത്താപം തോന്നിക്കുന്നത്, തേനെ ധ്യാനിച്ചുകൊണ്ട്, ത്വദീയ ഭഗവാൻ ചരണ സ്മരണം പാദപൂജയാൽ ഉണ്ടാകുന്ന ആ ഒരു ഭഗവാന്റെ ഓർമ്മ, വിശുദ്ധ്യൈ പരിശുദ്ധി. ഈ ദശകത്തിൽ നമ്മൾ ബ്രഹ്മാവിൻ്റെ സൃഷ്ടിഭേദങ്ങളെക്കുറിച്ചും ആ മഹാവിഷ്ണുവിൻ്റെ പ്രേരണയാൽ ഉണ്ടാകുന്ന ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടികാര്യങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്. ഈ ശ്ലോകത്തിൽ ഈ എന്ന് തോന്നിക്കുന്ന ആ ഒരു ധാരണ ആ ബ്രഹ്മാവിൽ ഉളവാവുകയും ആ തെറ്റിദ്ധാരണ അങ്ങനെ ഉണ്ടായപ്പോൾ തനിക്ക് ആഗ്രഹിച്ചാൽ നടക്കാതെ വരുമ്പോഴുണ്ടാകുന്ന കോപം മൂലം, അതിനാൽ ആക്രമത്തിലുണ്ടാകുന്ന ഭയം, അതൊക്കെ ആ ഒരു ബ്രഹ്മാവിന് ജ്ഞാനത്താൽ കിട്ടിയ ആ ഒരു അനുഗ്രഹം ഇല്ലാതെ മാറുകയും, അങ്ങനെ 5 വിധത്തിൽ ബ്രഹ്മാവ് ആ ഒരു സൃഷ്ടി ചെയ്യുവാൻ തുടങ്ങുന്നു. അങ്ങനെ അതിൽ അത്യധികം ഈ ഒരു കോപവും ഭയവും ജ്ഞാനമില്ലായ്മയും എല്ലാം കാരണം തമോ ഗുണത്താലാണ് ഈ സൃഷ്ടി നിയന്ത്രണം നടക്കുന്നത് ബ്രഹ്മാവിന്. അങ്ങനെ നടന്നപ്പോൾ ബ്രഹ്മാവിന് പശ്ചാത്താപം തോന്നുകയും അങ്ങനെ ഭഗവാൻ വിഷ്ണുവിൻ്റെ പാദപൂജയെ ചെയ്തുകൊണ്ട് ആ ഒരു മനസ്സിനെ പൂർണ്ണമായും പരിശുദ്ധമാക്കുകയും ചെയ്തു സാക്ഷാൽ ബ്രഹ്മാവ്. ഇതാണ് ഈ ശ്ലോകത്തിലെ വിശദീകരണം. മിഥ്യാഗ്രഹാസ്മിമതിരാഗവികോപഭീതിഃ അജ്ഞാനവൃത്തിം ഇതി പഞ്ചവിധാം സസൃഷ്ട്വാ ഉദ്ദാമതാമസപദാർത്ഥവിധാനദൂനഃ തേനേ ത്വദീയചരണസ്മരണം വിശുദ്ധ്യൈ. ശ്രീഹരേ നമഃ ശ്രീഹരേ നമഃ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. താങ്ക് യു.